إنما المؤمنون إخوة മുസ്ലിം ലീഗ് ഒരു ജനതയുടെ തണൽ മരമാണ്. കാലത്തിൻ്റെ മഹാപ്രവാഹങ്ങളിൽ കുത്തിയൊലിച്ചു പോകാത്ത വേരുകൾ കൊണ്ട് ഒരു ജനതയുടെ അസ്തിത്വത്തെ പിടിച്ചു നിർത്തിയത് ഈ മഹാവൃക്ഷമാണ്. രാഷ്ട്രീയമാണ് വിമോചനത്തിൻ്റെ ആയുധമെന്ന് തിരിച്ചറിഞ്ഞ ഖാഇദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ കടലോരത്ത് CHന്റെ സിംഹഗർജനം കേട്ട് കോരിത്തരിച്ച മണൽത്തരികളെ സാക്ഷിയാക്കി കാലത്തിൻ്റെ നിയോഗം പോലെ പതിറ്റാണ്ടുകൾ കടന്ന് മറ്റൊരു തലമുറ ഇവിടെ സംഗമിക്കുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഏറ്റുവാങ്ങിയ ഈ മഹാതീരത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന യുഗപുരുഷന്റെ പതിഞ്ഞ ശബ്ദം പരന്നൊഴുകിയ ഈ കടൽ തീരത്ത് തങ്ങളുടെ ഓർമ്മകൾ ചികഞ്ഞെടുക്കാൻ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ മഹാജനസഞ്ചയം കലാപകാരികളല്ല, രാജ്യദ്രോഹികളുമല്ല. ജനാധിപത്യത്തെ നെഞ്ചോടടുക്കി നിർത്തി അധികാര പങ്കാളിത്തത്തിലൂടെ ഒരു ജനതയുടെ പുരോഗമനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഈ അഹമ്മദ് സാഹിബിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഏത് കൊടുങ്കാറ്റിലും പടപൊരുതാനുറിച്ച സമാധാനത്തിൻ്റെ പോരാളികളാണ് ഇവർ. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ പുതിയ ദിശയിലേക്ക് വഴിതിരിച്ചുവിടുന്ന ഈ മഹാസംഗമത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും പുതിയ ഒരു മുസ്ലിം ലീഗിൽ നിന്ന് 1.5 പതിറ്റാണ്ട് മുമ്പ് മുസ്ലിം ലീഗിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ സഹപ്രവർത്തകന്മാർ, നമ്മുടെ അഭിമാനമായിരുന്ന മഹാനായ മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ നേതൃത്വത്തിൽ പിരിഞ്ഞുപോയവർ. ഇബ്രാഹിം സുലൈമാൻ സേട്ട് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം വളരെയേറെ ആഗ്രഹിച്ചതാണ് ഇതിലേക്ക് ഇത് ഒത്തുചേർന്ന് അന്ന് ആ പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ആ മുറിവണക്കണമെന്ന്. പക്ഷേ മറിച്ചായിരുന്നു അള്ളാഹുവിൻ്റെ വിധി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ നേതൃത്വം നൽകുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹു ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ അത് ഔപചാരികമായി പ്രഖ്യാപിച്ചു. ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ അഭിമാനമായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ പാർട്ടിയും മുസ്ലിം ലീഗും തമ്മിൽ ലയിച്ചതായി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കും. അതോടുകൂടി നമ്മുടെ നേതാക്കന്മാർ കൂടിയാണ് അവർ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കൂടിയാണ്. മഹാനായ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിലാഷം, അതേപോലെ തന്നെ മഹാനായ നമ്മുടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയുമെല്ലാം ആ ആഗ്രഹങ്ങൾ ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് INL മുസ്ലിം ലീഗിൽ ഇന്ന് ലയിച്ചിരിക്കുകയാണ്. ആ ലയന പ്രഖ്യാപനം നടന്നതായി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗൂഢാലോചന അത് പുത്തിരിയല്ല. എത്രയോ പ്രതിസന്ധികളെയും ആരോപണങ്ങളെയും ദുരാരോപണങ്ങളെയും എല്ലാം തന്നെ അതിജീവിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. അതായത് വളരെ കാലം ഇവിടെ പ്രവർത്തിച്ചിരുന്ന INL ബഹുമാനായ സേട്ട് സാഹിബ് ജീവിച്ചിരിപ്പില്ല എങ്കിലും നമ്മുടെ പ്രിയങ്കരനായിരുന്ന, നമ്മളേവരും ബഹുമാനിച്ചിരുന്ന, ജീവനതുല്യം കരുതിയിരുന്ന സേട്ട് സാഹിബ് ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കൾ, അതുപോലെ തന്നെ INLന്റെ നേതാക്കന്മാരൊക്കെ വേദിയിൽ വന്നുകൊണ്ട് ഇന്ന് മുസ്ലിം ലീഗിൽ ലയിക്കുന്നതായി പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊരു കാലഘട്ടത്തിൻ്റെ പര്യവസാനമാണ്. ചെറിയ സംഭവമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്ന് സ്വർണ്ണലിപികളാൽ എഴുതേണ്ട മറ്റൊരധ്യായം കൂടി തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ബഹുമാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനത്തോടുകൂടി ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു ഈ സംഭവം നമുക്കൊക്കെ അറിയാലോ.
ആ ഭിന്നിപ്പിൻ്റെ, വേർപാടിൻ്റെ, ആ പോരാട്ടത്തിൻ്റെ, ആ വാഗ്വാദങ്ങളുടെ, ആ വിമർശനങ്ങളുടെ ആ ചാപ്റ്റർ ക്ലോസ്ഡ്, അത് അവസാനിച്ചിരിക്കുന്നു. INL അധ്യായം സാഹിബിന് ശേഷം ഇപ്പോൾ നമ്മളിൽ ലയിച്ചിരിക്കുന്നു. നമ്മുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. ശത്രുക്കൾ കാത്തിരുന്നോളാം, ഞങ്ങളുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. വേദിയിൽ പലരുമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ഇരിപ്പുണ്ട്. അദ്ദേഹം സ്വാഗതം ചെയ്ത് ഈ മുന്നണിയിലേക്ക് വന്ന ആളാണ്. ശ്രീ വീരേന്ദ്രകുമാർ, അത് നമ്മുടെ അഡീഷണൽ ശക്തിയാണ്. പിന്നെയും ഇതാ നമ്മുടെ ശ്രീ ബഹുമാനായ മഞ്ഞളാംകുഴി അലി. ഒരു കാലത്ത് ഈ അലി എന്ത് പുലിയായിരുന്നു എന്ന് നമുക്കറിയാലോ. നമ്മളെ കൂടെ ശരി. വേദി The respected President of the Indian Union Muslim League and my respected leader, Panakkad Muhammad Ali Haidar Ali Tangal Sahab, the roaring lion of Kerala politics, and the unassignable leader of the Kerala Muslims, Janab P.K. Kunjalikutty Sahab, the President of Kerala Pradesh Congress Committee, Mr. Ramesh Chennithala, veteran politician, Mr. M.P. Virendra Kumar, the Member of Parliament of Kerala of Calicut constituency, Mr. Raghavan, Panakkad Sayyid Ali Sadiq Ali Shihab Tangal, others leaders seated on the dais, my dear brothers, and the hope and aspiration of this society, of this community, my young men, Assalamu alaikum wa rahmatullahi wa barakatuh. കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, എൻ്റെ ബഹുമാന്യനായ നേതാവ് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, കേരള രാഷ്ട്രീയത്തിലെ ഗർജിക്കുന്ന സിംഹം, ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, KPCCയുടെ ആദരണീയനായ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല അവർകളെ, ബഹുമാന്യനായ സോഷ്യലിസ്റ്റ് നേതാവ് MP വീരേന്ദ്രകുമാർ അവർകളെ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അതോടൊപ്പം തന്നെ ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മുഴുവൻ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാറ്റിലുമുപരിയായിട്ട് ഈ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാവിയും പ്രതീക്ഷയുമായ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളിലെല്ലാവരിലും ദൈവത്തിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. I bow my head before Almighty Allah to have given me this opportunity to come to this historic city of Calicut and address you all, the sea of humanity. കോഴിക്കോട് കടപ്പുറത്തിന് സമീപം ഉയർന്നു വന്നിട്ടുള്ള ഈ മഹാസമ്മേളനത്തെ, ഈ മഹാസാഗരത്തെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി, നിങ്ങളെയൊക്കെ തന്നെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് അവസരം തന്നിട്ടുള്ള സർവശക്തനായ അള്ളാഹുവിന് ഞാൻ ആദ്യമേ സ്തുതിച്ചു കൊള്ളട്ടെ. Tonight, the sea, these waves, the seashore of Arabian Sea, every grain in the seashore, and each one of you is in midst of immense joy and happiness. But only grief is two personalities, two great lamented leaders who wished for the unity, for the merger of the Muslims of the community, are not present with us.
Mehboob Millat Ibrahim Sulaiman Seth Sahab Rahmatullahi Alayh and Panakkad Sayyid Muhammad Ali Shihab Tangal Rahmatullahi Alayh are not present with us. This merger today is a tribute to these great lamented leaders. I pray to Almighty Allah to give maghfirat and marhamat to these departed leaders and give Shihab Tangal and Seth Sahab a permanent place in Jannatul Firdaus, inshallah. Ameen. ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും മഹാവിളംബരമായി മാറിയിരിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ വന്നിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ കോഴിക്കോട്ട് കടപ്പുറത്തെ ഓരോ മണൽത്തരികളെയും പോലെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വല്ലാത്തൊരു വികാരമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അവിടെയും വേദന നമ്മെ വേട്ടയാടുകയാണ്. കാരണം ഈ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച, ഒരുപാട് പ്രവർത്തിച്ച മഹാന്മാരായ രണ്ട് നേതാക്കന്മാർ ഇന്ന് നമ്മുടെ കൂടെയില്ല. നമുക്കറിയാം, എൻ്റെ വന്യപിതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ്, അതുപോലെ തന്നെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഈ ഐക്യത്തിന് വേണ്ടി ഏറെ ആഗ്രഹിച്ച ആ മഹാന്മാരായ നേതാക്കന്മാരുടെ വിടവ്, അഭാവം നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക മഹാന്മാരായ ആ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. പടച്ച തമ്പുരാനെ, മഹാന്മാരായ ആ നേതാക്കന്മാർക്ക് സ്വർഗീയ പൂങ്കാവനത്തിൽ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. I have to cut my speech short because time is nearing 10 o'clock and there are a lot of others to speak here. Two things I would say before I depart from here. Unity is the need of the hour to fight the forces of fascism and communalism. But the greatest danger that we face today is from the pretenders of secularism. Who are these pretenders of secularism? We have been with them for 17 long years and we recognize them. They are none other than CPIM, Marxist of Kerala, and they'll be shown door very soon by the people, learned people of Kerala state. ഈ വൈകിയ വേളയിൽ കൂടുതലായി സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഐക്യത്തിൻ്റെ കാലമാണ്. ഐക്യത്തിൻ്റെ പ്രാധാന്യം ഏറെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു ഐക്യപ്പെടലിലൂടെ, ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഐക്യപ്പെടലിലൂടെ മാത്രമാണ് രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയ ഫാസിസ്റ്റ് ഭീഷണികളെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയൂ. അതോടൊപ്പം തന്നെ ഒരു വസ്തുത നിങ്ങളുടെ മുന്നിൽ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഈ ഫാസിസ്റ്റ് ശക്തികളെ നേരിടും പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ മതേതരത്വത്തിൻ്റെ പേരിൽ കാപട്യം നടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകൾക്ക് കൂടി പാഠം പഠിപ്പിക്കേണ്ട ഒരവസരമാണ് നമുക്ക് മുന്നിൽ ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്. മതേതരത്വത്തിന്റെ കാപട്യം അണിഞ്ഞിരിക്കുന്ന കൂട്ടര് മറ്റാരുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 17 വർഷക്കാലത്തോളം അവരുടെ കൂടെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. CPM എന്നുള്ള പാർട്ടിയാണ് മതേതരത്വത്തിന്റെ കപടമുഖം ഈ രാജ്യത്ത് അണിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ, ഇടത് CPM പ്രസ്ഥാനത്തെ കേരളത്തിന്റെ അധികാരത്തിൽ നിന്നും മാറ്റി ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. The conspiracy by CPM against Indian Union Muslim League will be defeated by the learned people of this state of Kerala. But in the entire episode, a CM of a state has stooped to such low levels. We have never seen in any part of this country, and there is no parallel in the history of Indian democracy, that a chief minister has stooped to such levels to give personal allegations against a person. It is shameful. It is very shameful, Mr. V.S. Achyutanandan. Nanakedayille Achyutanandan.
നോക്കൂ നിങ്ങൾ, കേരളത്തില് ഈ ഭരണമാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ മുന്നണി പോരാളികളായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇന്ന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഗൂഢാലോചന നടത്തി അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ CPMന്റെയും കേരളത്തിന് ഭരണം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരിലും നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ നാണം കെട്ട നിലവാരം തകർന്നു പോയ ഒരു മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ പോലെ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ പറയാനുള്ളത്. Today, we have become a part of a great political organization started in the year 1905. We have become a part of a great political organization, the Indian Union Muslim League, the sole representative Muslim political organization of the Indian Muslims, the backward, the minorities and the deprived sections of the Indian society. അഭിമാനപൂർവ്വം ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് ഇന്ത്യ രാജ്യത്തിലെ അവശത അനുഭവിക്കുന്ന ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആധികാരിക സംഘടനയായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂടി മാറുകയാണ്. And the frankness, the mutual respect has moved me. The sincerity shown by the leadership of Indian Union Muslim League has moved us. Indeed, we will move in the path shown by great lamented leaders. Sidi Sahab, Qaid Millat Muhammad Ismail Sahab, Qaid Qaum Abdur Rahman Bafaki Tangal Sahab, Sayyid Panakkad Pukoya Tangal Sahab, the roaring lion of Kerala politics, C.H. Muhammad Koya Sahab, Panakkad Muhammad Ali Shihab Tangal Sahab, last but not the least, Ibrahim Suleiman Seth Sahab. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നേതാക്കന്മാരുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ആ സംസാരങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ഞങ്ങളോട് കാണിച്ചിട്ടുള്ള ഉദാരതയുടെയും ഉന്നതമായ ആദരവിന്റെയും അതോടൊപ്പം തന്നെ അവർ കാണിച്ചിട്ടുള്ള ഉയർന്ന മൂല്യങ്ങളെയും ഞങ്ങളെയൊക്കെ തന്നെ അഗാധ തലത്തിൽ സ്പർശിച്ചു എന്നുള്ള വസ്തുത നിങ്ങൾക്ക് മുന്നാകെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ നേതാക്കന്മാർ കാണിച്ചു കൊടുത്തുള്ള ആ വഴിയിലൂടെ തന്നെയാണ് അവർ ഞങ്ങളെയും ക്ഷണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ചരിത്രത്തിലേക്ക് നടന്നു കയറിപ്പോയിട്ടുള്ള നമ്മുടെ മൺമറഞ്ഞ നേതാക്കന്മാർ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, സീതി സാഹിബ്, പാണക്കാട് പൂക്കോയ തങ്ങള്, CH മുഹമ്മദ് കോയ സാഹിബ്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ്, ഈ നേതാക്കളൊക്കെ തന്നെ കാണിച്ച വഴിയിലൂടെ ഈ നേതൃത്വം ഞങ്ങളെയും ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഇനിയുള്ള നാളുകളിൽ ഈ രാജ്യത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി നമുക്കൊന്നിച്ച് മുന്നേറാമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. Today, I stand here as a humble servant of Indian Union Muslim League. And as a soldier, till the last breath of my life, I will work for the prosperity of this great organization. By forgetting and forgiving, let us work towards a brighter tomorrow for the betterment of humanity as a whole, hand in hand, shoulder to shoulder. Wa akhir dawana anil hamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ സേവകനായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നാകെ നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ നിങ്ങളോടൊത്ത് ജീവിതാവസാനം വരെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ എല്ലാം ക്ഷമിച്ചും മറന്നും പൊറുന്നും കൊണ്ട് ഈ നാട്ടിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിനു വേണ്ടി നമുക്കെല്ലാം മറന്നുകൊണ്ട്